നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ആൻഡ് ആക്ച്വലി ഇന്ന് എടുക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന്. ഓക്കെ, അതായത് ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ പറയുന്നത്, ആൻഡ് പേഴ്സൻ്റെ മെസ്സേജസ്, പേഴ്സൺ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, അതിനെക്കുറിച്ച് നമുക്കൊരു ജസ്റ്റ് ഒരു ക്ലാരിറ്റി, ഒരു കുറച്ചൊന്ന് ക്ലിയർ ആയിട്ട് അറിയാം, ഒരു ക്ലിയർ പിക്ചർ കിട്ടാം. ഓക്കെ, ലെറ്റ്സ് സീ. ഈ ഡെക്ക് യൂസ് ചെയ്ത് നോക്കാം. കീസ് ഓൺ എ റിംഗ് എന്നാ പറയുന്ന. ഓക്കെ, ക്ലോക്ക് ഞാൻ വായിക്കാം, കുറച്ചൊന്നും എടുത്തിട്ട് വായിക്കാം. കോഫിൻ, ഐ ലൈക്ക് യു, ഹെൽത്തി ചോയ്സസ്, അത് സോഡ് ആൻഡ് റോസ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ക്ലാരിറ്റി, ട്രൂത്ത്, റെവലേഷൻ. ഓക്കെ, നമ്മൾ ക്ലാരിറ്റിയാണ് അന്വേഷിക്കുന്നത് അല്ലേ. ഓക്കെ, കുറച്ചുകൂടി മെസ്സേജ് എടുത്തേക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ മാസ്ക് ഉണ്ട് ഇവിടെ, ദ ഫിനിക്സ്, ഓക്കെ, ക്യാമറ, സൺഗ്ലാസസ് ആൻഡ് ബട്ടർഫ്ലൈ. ആക്ച്വലി കുഴപ്പമില്ല, നല്ല കാർഡ്സ് ആണ്. സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക് ആൻഡ് ലവ്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, രണ്ട് സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ടോട്ടൽ സെപ്പറേഷനിലായിരിക്കാം. ഓക്കെ, ടോട്ടൽ എൻഡിങ് ആയിരിക്കാം. കോഫിൻ വന്നിട്ടുണ്ട് ഇവിടെ, ആൻഡ് ആക്സ് ഉണ്ട്. സോ ചിലവർക്ക് ഫുള്ളി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങളോ ജസ്റ്റ് ടോട്ടലി ഇനി ബന്ധം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ രണ്ടുപേരും മൂവ് ഓൺ ചെയ്തു എന്നല്ല, മീൻസ് മൂവ് ഓൺ ചെയ്താൽ നിങ്ങൾ നോക്കില്ല, കാണാൻ വരില്ലല്ലോ. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടാവില്ല, നോ കോൺടാക്ട്, ബ്രേക്കപ്പ്, സെപ്പറേഷൻ അങ്ങനെ എടുക്കാം. ചിലവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ലൈക്ക് ടെമ്പററി സിറ്റുവേഷൻ, ഒരു ചെറിയൊരു അകൽച്ച, ബ്രേക്ക് എന്ന രീതിക്ക് എടുക്കാം. ഫുള്ളി ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവില്ല, ബട്ട് നിങ്ങൾ തമ്മിൽ സംസാരങ്ങൾ, കോൺടാക്ട് ഒക്കെ കുറവ്, അധികം സംസാരമില്ല, ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ. ആക്ച്വലി ഫസ്റ്റ് കാർഡും അതിനെ വന്ന് കീസ് ഓൺ എ റിങ്ങും സ്റ്റാബ്ഡ് ഇൻ ദ ബാക്കും. പേഴ്സൺ നിങ്ങളെ ഒരു ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചീറ്റിംഗ് കാർഡാണിത്. ചീറ്റിംഗ് കാർഡാണ്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവർക്ക്, അതായത് അവരുടെ ലൈഫിൽ വേറെ 7 ഓഫ് കപ്സിൻ്റെ നമ്മൾ പറയാറില്ലേ. ഓക്കെ, അവർ വേറെയും ഓപ്ഷൻസ് അവരുടെ ലൈഫിൽ കീപ്പ് ചെയ്തു എന്ന രീതിയിലാണ്. ഓക്കെ, ഈ എനർജി കുറച്ചായിട്ട് നടക്കുന്നുണ്ട്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് ഞാൻ തന്നെ ആലോചിക്കായിരുന്നു. ലൈക്ക് എല്ലാവരുടെയും ലൈഫിൽ ഇതേപോലെ സിറ്റുവേഷൻ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ആലോചിച്ച് പോയി. ബട്ട് എവിടെയോ മേ ബി യൂണിവേഴ്സൽ എനർജീസ് ഒരുപോലെ ചിലപ്പോൾ കുറച്ച് പേർക്ക് നടക്കുന്നുണ്ടാവും. അത് അങ്ങനെ ആയിരിക്കാം, മേ ബി. ഓക്കെ, എനിവേ, നിങ്ങൾ ഈ റീഡിങ്ങിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മെനി ഓപ്ഷൻസ്, ഡിസിഷൻ, അൺകൺവെൻഷണൽ, സ്ട്രിങ് അലോങ്, വൺ നൈറ്റ് സ്റ്റാൻഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വേറൊരു വ്യക്തിയുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ടെമ്പററി സിറ്റുവേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വൺ നൈറ്റ് സ്റ്റാൻഡ് എന്നാണ് പറയുന്നത്. സ്ട്രിങ് അലോങ് എന്ന് വെച്ചാൽ വെറുതെ ചുമ്മാ ഒരു ഫ്ലേട്ടിങ്, ചുമ്മാ ഒരു ടൈം പാസ്, ചുമ്മാ ഒരു അറ്റാച്ച്മെൻറ്റ്, അഫെയർ, ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി, വെറുതെ ഒരു അട്രാക്ഷൻ തോന്നി, ആ രീതിക്ക് എടുക്കാം. ഓക്കെ, ഒരാളുമായിട്ട് ഒന്ന് പരിചയപ്പെട്ടു. അത് ചില സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സിംഗിൾസ് ആയാലും ശരി. ഓക്കെ, നിങ്ങൾ സിംഗിൾസ് ആയാലും എല്ലാവരും മാരീഡ് ആയാലും ശരി, നിങ്ങൾ മാരീഡ് ആയാലും ശരി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്സിൽ നമുക്ക് കുറേ കാലമായിട്ട് നമ്മളൊന്ന് പരിചയമായിട്ട് വരുമ്പോൾ നമ്മൾ ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താവുന്ന വെച്ചാൽ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് വരും അവിടെ, അല്ലേ. ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും നമ്മുടെ കൂടെ എന്ന രീതിക്ക് ഒരു ചിന്ത എല്ലാവർക്കും വരും. അത് എപ്പോഴും ആക്ച്വലി ഇത് നമ്മൾ പറയുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടം അല്ലെങ്കിൽ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരാൾ എപ്പോഴും കൂടുതൽ ഓവർ ഗിവിങ് ആയിരിക്കും. ഓവർ ഗിവിങ്, ഓവർ സ്നേഹം, ഓവർ അറ്റാച്ച്മെൻറ്റ് എന്ന രീതിക്ക് ഒരാൾ എപ്പോഴും കൂടുതലായിരിക്കും. മറ്റേ ആൾ അതിനെ ആ ലെവലിൽ സീരിയസ് ആയിട്ട് എടുക്കില്ല. ഓക്കെ, സീരിയസ്നെസ് ഉണ്ടെങ്കിൽ തന്നെ അവരതിനെ ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്യില്ല. അത് അങ്ങനെയാണ് നേച്ചർ. ശരിക്കും യൂണിവേഴ്സിൽ അങ്ങനെ തന്നെയാണ്. വളരെ 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 റെയറായിട്ട് നമ്മൾ തമ്മിൽ ഒരു അത്രത്തോളം രണ്ടുപേരും ഈക്വലായിട്ട് ഒരേപോലെ ഭയങ്കര ഡീപ്പായിട്ട് സ്നേഹിക്കുക എന്ന രീതിയിൽ വളരെ റെയറായിട്ടേ വരുള്ളൂ. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും പല റീഡിങ്സും ഞാൻ വേറെ കണ്ടിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് ഞാൻ ഇപ്പോൾ കേട്ടവിടെയും കണ്ടവിടെയും വെച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. ഓക്കെ, നമുക്കതിനെ എതിർക്കാൻ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാവരും പറയുന്ന കാര്യം ഞാൻ ഐ തിങ്ക് ഇന്ന് അഗൈൻ സംസാരത്തിൻ്റെ സമയമാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം റിലേഷൻഷിപ്പിൽ വരുമ്പോൾ
പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ ചേസ് ചെയ്യും. ഓക്കെ, ചേസ് ചെയ്യാൻ മീൻസ് നിങ്ങളെ അറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കും, നിങ്ങളെ പരിചയപ്പെടാൻ ശ്രമിക്കും, നിങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തും, അവരെന്തും ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി സർക്കസ് കാണിച്ച് നിങ്ങളെ മെസ്സേജ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ നിങ്ങളെ ശരിക്കും ഇങ്ങനെ വലിച്ച് എടുക്കും അവരെ അടുത്തേക്ക്. ഓക്കെ, എന്നാൽ അത് കഴിയുമ്പോൾ, പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് അങ്ങോട്ടൊന്ന് അടുത്ത് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ, അവിടെ നിങ്ങളുടെ സ്നേഹം അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് അവർക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ മറ്റേ വ്യക്തി ഓട്ടോമാറ്റിക്കലി അവരൊരു കംഫർട്ട് സോണിലേക്ക് പോകും. ആ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ അതായത് അവർക്ക് ഓക്കെ ഓൾറെഡി കഴിഞ്ഞു, ആള് നമ്മുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു, ഇനി എവിടെയും വിട്ടുപോകില്ല. ഇടയ്ക്കൊരു ചെറിയ പേടി തോന്നിയാൽ കൂടി അവർ അതിനെ അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കില്ല. ഓക്കെ, ഇത് ഞാൻ ജനറലി എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും യെസ് ഓർ നോ താഴെയിടാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിങ്ങനെ അതേപോലെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നിങ്ങൾ കമൻറ്റ് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് മെജോറിറ്റി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? സോ നമുക്കിവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സിറ്റുവേഷൻ കുറച്ചൊന്ന് നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആയി പോകും. നിങ്ങൾ ആ പേഴ്സണെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, അവരുടെ എല്ലാ കാര്യത്തിനും നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കും. അവരപ്പോഴേക്കും കുറച്ച് ബാക്കായി കഴിഞ്ഞു. ഓക്കെ, അവർ ആ ബാക്ക് പോയി കഴിയുമ്പോൾ നിങ്ങളപ്പോഴേക്കും അപ്പം നിങ്ങൾക്ക് പേടിയായി. ഓക്കെ, ഈ പേഴ്സൺ എന്നെ വിട്ട് പോവോ, ഞാൻ ഇത്ര അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ പേഴ്സൺ എന്നെ വിട്ട് പോയാലോ എന്ന പേടി നിങ്ങളുടെ ഉള്ളിൽ വരും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ ചേസിങ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നെ നിങ്ങളെ ആക്ച്വലി കുറ്റം തന്നെ പറയും. നിങ്ങൾ എന്നെ എന്താ പറയുക, എന്നെ വല്ലാതെ ഇങ്ങനെ സഫക്കേറ്റ് ചെയ്യുന്നു എന്നടക്കം ചിലവർ പറഞ്ഞു കളയും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തോന്നും ഈ ആൾ തന്നെയല്ലേ ഇത്രയും കാലം എൻ്റെ പിന്നാലെ വന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ സത്യാവസ്ഥകൾ ഇങ്ങനെയാണ്. നമുക്ക് ചിരിക്കേണ്ട കാര്യമല്ല, പക്ഷെ ഇതാണ് റിയാലിറ്റി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, സോ നിങ്ങളിതിനെ ആ രീതിക്ക് നിങ്ങൾ എടുക്കാൻ തുടങ്ങാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലാക്കി മുന്നോട്ട് പോവാം. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് മേ ബി അവർക്ക് ബോറടിച്ചു എന്നായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊന്നും മടുത്തു എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അവരെ കെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു സഫക്കേഷൻ ഫീൽ ചെയ്തു എന്ന് പറയാം. അപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ടായിരിക്കാം അവർ വേറൊരു ഓപ്ഷൻ കൂടി വേറെ ആരോ ഒരു സെക്കൻഡ് അപ്പോൾ അവർ വേറൊരാളോട് ഇൻട്രസ്റ്റ് തോന്നി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടൈം പാസിനായാലും ശരി, ഒരു ഫ്ലർട്ടിങ്ങിനായാലും ശരി, വേറൊരു വ്യക്തിയുടെ അടുത്തോ വേറൊരു റിലേഷൻഷിപ്പിലേക്കോ അവർ പോയതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതും പക്ഷെ അങ്ങനെ വലിയ സീരിയസ് റിലേഷൻഷിപ്പ് എന്ന് പറയാനില്ല. ഇവിടെ വെറും വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന രീതിക്കാണെന്ന് വെച്ചാൽ ഒരു ടെമ്പററി നമ്മൾ പരിചയപ്പെട്ടു. ചിലവർക്ക് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല, പോട്ടെ. സോ ഒരു അഫെയർ എന്ന രീതിക്ക് ചെറുതായിട്ടെങ്കിലും നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതുവരെയുള്ള കാര്യം അതാണ് നമ്മൾ സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങളെ അവർ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ അങ്ങനെ പേഴ്സൺ വേറെ ആരോട് സംസാരിക്കുന്നു എന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ല ഇത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം സീരിയസ് ഡൗട്ട് ഉണ്ട് ദാറ്റ് ഈ പേഴ്സൺ ഓൺലൈൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവിടെ ഏതോ ഒരു സ്റ്റോക്കിങ്ങിൻ്റെ എനിക്ക് തോന്നിയിരുന്നു. എനിവേ, അപ്പം നിങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, വേറെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും, എന്ന് നിങ്ങൾ പേഴ്സണെ ഫേസ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഹാർട്ട് ബ്രേക്ക് ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, നിങ്ങളുടെ പേഴ്സൺ അവിടെ ആർഗ്യൂ ചെയ്യും, ഞാൻ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമായിരിക്കും. ഓക്കെ, ഐ തിങ്ക് അതിന് ശേഷം ഒരു ബ്രേക്കപ്പോ സെപ്പറേഷനോ അറ്റ്ലീസ്റ്റ് ഒരു അകൽച്ച എന്ന രീതിക്കെങ്കിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുവരെയുള്ള സ്റ്റോറി ഐ തിങ്ക് അങ്ങനെ ആവാം. ഇത് എല്ലാവർക്കും അല്ല, ഒരു കുറേ പേർക്കെങ്കിലും മെജോറിറ്റി അങ്ങനെ ആവാം. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ വേറെ പ്രയോറിറ്റി കൊടുത്തു എന്ന രീതിക്കും പറയാം. ഒരു വ്യക്തി ആണെന്നില്ല, അവരുടെ ലൈഫിൽ വേറെ കാര്യങ്ങൾക്ക്, ജോലിക്ക് ഒരുപാട് ജോലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങൾ, ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തു എന്ന് പറയാം. എനിക്ക് മാരീഡ് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും സമയം കണ്ടെത്തുന്നു, പക്ഷെ നിങ്ങൾക്കില്ല. ഓക്കെ, ആ രീതിക്ക് അങ്ങനെയൊക്കെ എടുക്കാം നമുക്ക്. ചിലവർക്ക് സൊസൈറ്റിയുടെ പേടി കൊണ്ട് എന്നും എടുക്കാം. ഓക്കെ, എല്ലാ സിറ്റുവേഷനും വരും, ബട്ട് ഇവിടെ കൂടുതലും മെജോറിറ്റി നമുക്ക് ഈ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ശരി, അതിനുശേഷം ഐ തിങ്ക് നിങ്ങൾ സെപ്പറേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സണും പറയുന്നത് നീഡ് ടൈം എന്നാണ് പറയുന്നത്. ടേക്സ് ടൈം, സൈക്കിൾ, ടൈം ടു ഹീൽ, പ്രോഗ്രസ്. ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നും ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്നും ആയിരിക്കാം. ഐ തിങ്ക് ഇവിടെ അവർക്ക് ടൈം കൊടുക്കണം. എന്നിട്ട് അവർക്കറിയാം എന്നിട്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം നന്നായിട്ട്. ഓക്കെ, അത് ഞാൻ പറയാനുള്ള റീസൺ ബാക്കി കാർഡ്സൊക്കെ കുറേ നല്ലതുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ അവർ ആ ടൈം ഇപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ മുമ്പിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ടാവാം, എന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. ബട്ട് അവരുടെ മനസ്സിൽ അവർക്കറിയാം, എന്നിട്ട് അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇപ്പം അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ഉള്ളിൽ ആ റിഗ്രറ്റ് കൊണ്ടാണ്. ആൻഡ് ഇപ്പം അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ എവിടെയോ ഇതെങ്ങനെ ഞാൻ ഇതിനെ ശരിയാക്കും എന്ന രീതിക്കുള്ള ചിന്തകളാണ്. ആ ടൈം എടുക്കുകയാണ് അവർ. ഓക്കെ, ഞാൻ ഇതിനെങ്ങനെയാണ് ശരിയാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നൊക്കെ ഉള്ള ചിന്തകളായിരിക്കും. ഓക്കെ,
പ്രോഗ്രസ് ഉണ്ടാവും നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ മുന്നോട്ടൊരു പ്രോഗ്രസ് കാണാം. ബട്ട് അതിന് കുറച്ച് സമയം എടുക്കും. ഓക്കെ, പെട്ടെന്ന് അങ്ങനെ ഹീലാവില്ല. ഓക്കെ, ഐ തിങ്ക് ഇതൊരു സമയം എടുത്ത് ഹീലാവുള്ളൂ. കോഫിൻ എൻഡിങ്സ് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ചിലവർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയം, ഡെത്തിൻ്റെ കാർഡായിട്ട് എടുക്കാം നമുക്ക്. ഡെത്ത്, ഒരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ, ഇത് ഒരു കണക്കിന് നല്ലതാണ്. നല്ലത്, സോറി അങ്ങനെ പറയാൻ പാടില്ല ഞാൻ. ബട്ട് ചില സിറ്റുവേഷൻസ് വരുന്നത് ഓക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഹീലിംഗ് നടക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം, നിങ്ങൾക്ക് സമയം കിട്ടാൻ വേണ്ടി കൂടി ആയിരിക്കാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ അഡ്വൈസിൻ്റെ കാര്യം, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ, നിങ്ങൾ ആ പേഴ്സണിനെ ഒരുപാട് അങ്ങനെ ഓവർ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് വേണം, കുറച്ചൊക്കെ വേണം. ഓക്കെ, വിളിക്കണം, അന്വേഷിക്കണം, ചോദിക്കണം, ഓക്കെ. പക്ഷെ എന്ന് വെച്ചിട്ട് പേഴ്സണിൻ്റെ മെസ്സേജ് വരാതിരിക്കുമ്പോഴേക്കും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്നെ വിട്ട് പോയാലോ എന്നുള്ള നിങ്ങളുടെ ഉള്ളിലെ പേടി, ഓക്കെ, ആ പേടി അത് മാറ്റിയെടുക്കാനുള്ള സമയമായിട്ട് നിങ്ങളത് യൂസ് ചെയ്യുക. കാരണം എപ്പോഴും നമ്മൾ അങ്ങനെ ഓവറായിട്ട് ഗിവ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി, അവർക്ക് ശീലമായി പോകും. ഓക്കെ, ആ ശീലം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് ഒരു വിലയില്ലാതെ ആയി പോകും. ഓക്കെ, സോ എപ്പോഴും നിങ്ങളുടെ ഒരു പൊടിക്ക് നിങ്ങൾ പിന്നെ പുറകോട്ട് നിൽക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്കും അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കും ഹീൽ ചെയ്യാനുള്ള ഒരു സമയമാണ് ഇത്. ഓക്കെ, യൂണിവേഴ്സ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. എന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് കോഡിപെൻഡൻസിയിൽ പോകുന്നുണ്ടോ, അല്ല നിങ്ങൾ പേഴ്സണിനെ കുറിച്ച് കൂടുതൽ വറി ചെയ്ത് ടെൻഷൻ അടിച്ച് ഓക്കെ അവരെന്നെ വിട്ടുപോയാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാലോ അങ്ങനെ ചിന്തകൾ, അങ്ങനെയൊക്കെ നെഗറ്റീവ് ഒരുപാട് നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് അല്ല മീൻസ് അങ്ങനത്തെ പേടികൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള സമയമാണ്. അങ്ങനെ പോകുന്നവരാണെങ്കിൽ അത് പോട്ടെ എന്ന് വെക്കണം. ഓക്കെ, കാരണം അങ്ങനെ ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്താ കാര്യമുള്ളത്, അല്ലേ? സോ അതുകൂടി നമ്മൾ അവനവനെ പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങണം. ഓക്കെ, സോ അതിനുള്ള സമയമായിട്ട് നിങ്ങളെടുക്കാം. കോഫിൻ എൻഡിങ് ഞാൻ പറഞ്ഞു. ഓക്കെ, ബട്ടൊരു മാറ്റത്തിൻ്റെ സമയം കൂടിയാണിത്, ചേഞ്ചസ് വരുന്ന ഒരു സമയം കൂടിയാണിത്. ആൻഡ് ഐ ലൈക്ക് യു എന്ന് പറയുന്നുണ്ട്, നിങ്ങളെ പേഴ്സണിന് നിങ്ങളെ സ്നേഹമാണ്, ഇഷ്ടമാണ്. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയാണ്. സമ്മൺ ലൈക്സ് യു, റൊമാൻസ് ഇസ് ബ്ലൂമിങ്, ഫൺ. ചിലപ്പോൾ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യമാണിത്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് തിരിച്ച് വന്ന് നിങ്ങളുമായിട്ട് വീണ്ടും അവരൊരു റീകൺസിലേഷന് ട്രൈ ചെയ്യും. ഓക്കെ, ആ പേഴ്സൺ വരുന്നത് പക്ഷെ അവരൊരു ഫൺ ഫ്ലർട്ടിങ് എന്ന രീതിക്ക് വരും. അതായത് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ, ഓക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിലൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല പുതിയ വ്യക്തികളും ആയിരിക്കാം. ചിലവർക്ക് പുതിയ പേഴ്സൺ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, എൻഡിങ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുള്ള അത്രയ്ക്കുള്ള നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ വ്യക്തി വരും. ഓക്കെ, പക്ഷെ നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആയിരിക്കണം അതിന് വേണ്ടി. ഓക്കെ, ആൻഡ് ഹെൽത്തി ചോയ്സസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അറിയാം അവർ ചെയ്ത് തെറ്റായിപ്പോയി, ഒരു ചോയ്സ് എടുത്ത് തെറ്റായിപ്പോയി എന്ന്. അവർ ഈ ഒരു വേറെ ഒരു ഓപ്ഷൻ അവർ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിപ്പോയി എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളോടും പറയുന്നത് നിങ്ങൾ ഹെൽത്തി ചോയ്സസ് എടുക്കാം, നിങ്ങൾ തീരുമാനിക്കുക. സെൽഫ് ലവ്, സെൽഫ് കെയർ, ബീങ് ഹാപ്പിയർ, നിങ്ങൾ സ്വയം ഹാപ്പി ആവാൻ പഠിക്കുക. ഓക്കെ, നിങ്ങളും ഈ ചോയ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് വിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതുകൂടി പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് മാസ്ക്, നോട്ട് ഷോയിങ് ട്രൂ ഫീലിങ്സ്, ഹൈഡ്, പ്രിട്ടൻഡ്, ഡെല്യൂഡ്. ഓക്കെ, നിങ്ങളെ പേഴ്സൺ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മെസ്സേജ് ഇട്ടാലും മൈൻഡ് ചെയ്യാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, മിണ്ട, അങ്ങനെയൊക്കെ കുറേ കാണിക്കില്ല. ഓക്കെ, സോ അവർ ഒരു മാസ്ക് ഇടുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് ശരിക്കും. ഓക്കെ, അവർ ചെയ്ത തെറ്റാണ് എന്ന് അവർക്ക് റിയലൈസേഷനും ഉണ്ട്. പക്ഷെ അതൊന്നും അവർ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നില്ല. ഓക്കെ, അവരൊരു മാസ്ക് ഇട്ടിട്ട് ഒന്നും അവർക്ക് ബോധറേ ചെയ്യുന്നില്ല എന്ന രീതിക്കൊക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് അവരുള്ളിൽ ശരിക്കും യെസ് അവർക്ക് വിഷമമുണ്ട്, ഞാനത് പറയാം. ആൻഡ് ഫിനിക്സ് ആണ്, ന്യൂ ഫേസ്, റീകിൻഡൽ, റിന്യൂ, ട്രാൻസ്ഫോർമേഷൻ, സെയിം തിങ് ആണ് വന്നത്. നിങ്ങൾക്ക് ഒരു മാറ്റം വരേണ്ട സമയമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ വീണ്ടും റീബർത്ത് ഉണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീബർത്ത് ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ ഫേസ് തുടങ്ങും എന്ന് പറയാം. ഓക്കെ, പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുമെന്നൊന്നും ഞാൻ വലിയ വാഗ്ദാനമൊന്നും തരുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്തായാലും. കാരണം അവർക്ക് നിങ്ങളെ ഇഷ്ടം തന്നെയാണ്. അവരൊരു ഇടയിലൊരു തെറ്റ് ചെയ്തു, അത് കറക്റ്റാണ്. ഓക്കെ, ബട്ട് അവർക്ക് നിങ്ങളെ പോലെ വേറെ ആരും കിട്ടില്ല എന്ന് വേണമെങ്കിൽ അവരും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ക്യാമറ നിങ്ങളെ അവർ ഓർമ്മിക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, മെമ്മറീസ് ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാർഡാണിത്. ഓക്കെ, ചിലവർ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ട്, ചിലവർക്ക് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ ഇത് രണ്ടും പറയുന്നത് വാച്ചിങ്ങിൻ്റെ കാര്യമാണ്. ക്യാമറ ആൻഡ് സൺഗ്ലാസസ് രണ്ടും പറയുന്നത് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംസാരം ഇല്ലെങ്കിൽ തന്നെ അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അവർ എങ്ങനെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്, നിങ്ങളെ മൂഡ് ഓക്കെ ആണോ, അതോ നിങ്ങൾ വേറെ ആരുടെങ്കിലും മൂവ് ഓൺ ചെയ്തോ എന്നൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ടർഫ്ലൈ അഗെയിൻ നമുക്ക് എല്ലാം ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് പറയുന്നത്. മൂന്ന് നാല് കാർഡ്സ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ചാണ്. സോ ഇവിടെ അങ്ങനെ അവർ പേഴ്സൺ എന്തെങ്കിലും അതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു എന്ന് എടുത്തോളൂ. കാരണം ചില സമയത്ത് നമ്മുടെ ഒരു പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മയായിരിക്കാം.
അപ്പോൾ ആ കർമ്മം ഇവിടെ തീരാനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് എന്ന് വിചാരിക്കുക. അത് അവരുടെ ലൈഫിൽ നിന്ന് ആ സിറ്റുവേഷൻ എൻഡായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ അത് കുറച്ചുകൂടി അടുക്കാനും ബെറ്റർ ആവാനും ഉള്ള ഒരു അവസരം കൂടിയാണ് അല്ലേ. സോ ഇവിടെ പേഴ്സണിന് തീർച്ചയായിട്ടും നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് അവർ ഇപ്പം അവർ കാണിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ അടുത്ത് കാണിക്കുമ്പോൾ എല്ലാം അവർ ഞാൻ വലിയ ഹീറോ ആണ് അല്ലെങ്കിൽ ഹീറോയിൻ ആണ് എന്ന രീതിയിൽ നടക്കുന്നുണ്ടാവാം. ബട്ട് അവരുടെ മനസ്സിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് വീണ്ടും റീകൺസിലേഷൻ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ടാരോ നമ്മൾ എടുത്തില്ല. ഓക്കെ, ഈ മെസ്സേജസ് കൂടി നോക്കാൻ ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈവൻ അവരിപ്പോൾ വേറെ ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് പ്രയോറിറ്റി കൊടുത്തു, ഓക്കെ, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തു എന്നൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു സമയമാണ് ദറ്റ് അവർ ആ ചെയ്യുന്നത് തെറ്റാണ്. കാരണം നിങ്ങൾ അവരെ അത്രയും കെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവരോട് ഇത്രയും സ്നേഹം കാണിച്ച് നിന്നൊരു വ്യക്തിക്ക് കൂടി പ്രയോറിറ്റി തരണം എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നെടുത്തോളൂ കേട്ടോ. അങ്ങനെയും പറയാം. ഓക്കെ, ചിലവർക്കെങ്കിലും ആ സിറ്റുവേഷൻ ഉണ്ടാവാമല്ലോ. യു ആർ സോ സ്മാർട്ട്, ഗോസ്റ്റഡ്. എടുത്തിട്ട് വായിക്കാം അല്ലേ. ലെറ്റ് ദ പാസ് ഗോ. ഇറ്റ്സ് സിമ്പിൾ റിയലി. ഓക്കെ, അറ്റൻഷൻ ടു അതർ, അറ്റൻഷൻ ഓഫ്, ഇതാണ് ഇവരെ കൊണ്ടുള്ള പ്രശ്നം. ഹാവ് മൈ കിഡ്സ് എന്ന് പറയുന്നത് എമോഷണൽ ഇൻറ്റിമസി. ദിസ് ഈസ് ഇൻ ഗുഡ് ബൈ. മിസ്സിങ് യു. ഓക്കെ, ഐ മിസ് യു, ഐ വിഷ് തിങ്സ് വർ ഡിഫറെൻറ്റ്. ഞാൻ നേരത്തെ അതന്നെ പറഞ്ഞത്. ആൻഡ് നോ വൺ കമ്പയർസ്. അവർ വേറെ ആർക്ക് പ്രയോറിറ്റി കൊടുത്താലും ശരി, വേറെ എവിടെ പോയാലും ശരി, നോ മാറ്റർ ഹൗ മെനി പീപ്പിൾ ഐ ഹവ് മെറ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഐ ഹാവ് ആൻഡ് എക്സ്പീരിയൻസസ് ഐ ഹാവ്, ദർസ് നോ വൺ കമ്പയർസ് ടു യു. നിങ്ങളെ പോലെ വേറെ ആരുമില്ല. ഓക്കെ, ആര് വന്നാലും പോയാലും ശരി, നിങ്ങൾ ആ ധൈര്യം നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ഇത് പേഴ്സൺ പറയുന്ന കേൾക്കാനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ധൈര്യം നിങ്ങൾ കൊണ്ടുവരാം. വേറെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവില്ല ഒരു വ്യക്തിയും. നിങ്ങളത് ഉറപ്പിച്ച് നിങ്ങൾ വിശ്വസിക്കാം. ദിസ് ഇസ് ഇൻ ഗുഡ് ബൈ. സെപ്പറേഷൻ ആയവർക്ക് പേഴ്സൺ പറയുന്നത് ഐ ഡോണ്ട് വോണ്ട് ടു വാക്ക് അവേ ബട്ട് ഇറ്റ്സ് വാട്ട്സ് ബെസ്റ്റ് ഫോർ മീ ആൻഡ് അസ് റൈറ്റ് നൗ. ഓക്കെ, ദിസ് ഇസ് ഇൻ ഗുഡ് ബൈ, വി വിൽ ബി ടുഗെദർ അഗൈൻ സൂൺ. തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ടെമ്പററി സെപ്പറേഷൻ മാത്രമാണ്. പേഴ്സൺ തിരിച്ചു വരും എന്നവർ വാഗ്ദാനം തരുന്നുണ്ട്. ഓക്കെ, അവരുടെ ഭാഗത്തു നിന്നല്ല, ആക്ച്വലി യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തോളൂ. യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു ഗുഡ് ബൈ അല്ല, പക്ഷേ ഈ ടെമ്പററി സെപ്പറേഷൻ ആവശ്യമാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്താൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, പേഴ്സൺ വിട്ടു പോകണില്ലേ എന്നൊന്നും നിങ്ങൾ ആലോചിക്കരുത്. നിങ്ങൾ മാറി നിൽക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ അവർക്ക് സ്പേസ് കൊടുക്കുമ്പോഴേ അവർക്ക് ആ വാല്യൂ റിയലൈസ് ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ പറയുന്നത് യു ആർ സോ സ്മാർട്ട് എന്ന് പറയുന്നുണ്ട്. യുവർ ഇൻ്റലക്ട് റിയലി ടേൺസ് മീ ഓൺ, യു ആർ സോ സ്മാർട്ട് ആൻഡ് റിയലി എൻജോയ് യുവർ. നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ ഓക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാറുണ്ടാവും. അല്ലാതെ വല്ല റൊമാൻറ്റിക് ഇത് മാത്രമല്ല, മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നത് എല്ലാം വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടാവും. എല്ലാവരുടെ വീട്ടിലെ പ്രോബ്ലംസ് ആയാലും നിങ്ങളുടെ പ്രോബ്ലംസ് ആയാലും കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഡിസ്കഷൻ, അതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്തെല്ലാം ഷെയർ ചെയ്യാൻ. ഓക്കെ, ഗോസ്റ്റഡ്. ഐ എം സോ സോറി ഐ ഡിസപ്പിയർഡ്, ഐ നീഡഡ് ടു ഗെറ്റ് അവേ ആൻഡ് ക്ലിയർ മൈ ഹെഡ്. യെസ്, അവർ ഗ്യാസ് റൈറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. അവർ പെട്ടെന്ന് നിങ്ങളെ വിട്ട് മാറി ഉണ്ടാതെ സൈലൻ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടാവും. അത് പക്ഷെ അവർ സോറി ആണ് അതിന്. ഞാൻ പറഞ്ഞില്ല, അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. അവർ ചെയ്യുന്ന എല്ലാം വേണ്ട അതിനൊക്കെ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, അവർ സോറി നേരിട്ട് പറയുന്നില്ല, പക്ഷെ അവർക്ക് അങ്ങനെ പറയാൻ അവർക്ക് അറിയില്ല. ഓക്കെ, അവർ അങ്ങനത്തെ ആ ഒരു മെച്യൂരിറ്റി ഉള്ള വ്യക്തികളല്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ അവർ പറയുന്നത് ഐ എം സോറി, ഞാൻ അങ്ങനെ മാറി മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് ഇരുന്നതിന് സോറി എന്ന് പറയുന്നുണ്ട് അവർ. പക്ഷെ അവർക്ക് അവരുടെ എന്താ പറയുക, കുറച്ച് ആലോചിക്കാനും തീരുമാനിക്കാനും ഒന്ന് ക്ലിയർ ആവാനും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലെറ്റ് ദ പാസ് ഗോ. ക്യാൻ വി റിവൈൻഡ് ടൈം ആൻഡ് ഗോ ബാക്ക് ടു ബിഫോർ വി വർ ബോത്ത് ബ്രോക്കൺ. അവർ പാസ്റ്റ് ഹോൾഡ് us ബാക്ക് ഫ്രം അവർ ഫ്യൂച്ചർ. ഓക്കെ, അവർ പറയുന്നത് മേ ബി നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, രണ്ടുപേർക്കും പാസ്റ്റ് എക്സ്പീരിയൻസസ് ഉണ്ടാവാം. വേറെ ആരെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ അവർക്കും ഉണ്ടാവാം, നിങ്ങൾക്കും ഉണ്ടാവാം. സോ അതൊക്കെ നിങ്ങളെ മേ ബി ആ ഒരു പേടികൾ നമ്മുടെ ഉള്ളിൽ കിടക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ ചെയ്ത ഈ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചും ആയിരിക്കാം. അതായത് മുൻപ് ഇതുവരെ നിങ്ങൾ തമ്മിൽ ഈ ബ്രേക്കപ്പ് ഉണ്ടാവാൻ റീസൺ, അതിനെയൊക്കെ മറക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ആയിരിക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ റിയലി. ഹൗ ഡു ഐ ഫീൽ? ഐ വോണ്ട് യു us forever. ഇതിലും വലിയൊരു വാക്ക് ആവശ്യമുണ്ടോ? അവർക്ക് നിങ്ങളെ വേണം, ലൈഫ് ലോങ്, ലൈഫിൽ ഫുൾ ഫോർ എവർ അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. സിമ്പിളാണ്. ഓക്കെ, ഇവിടെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. അറ്റൻഷൻ ടു ഓഫ് അതേഴ്സ്, ഇവർക്ക് പ്രശ്നം ഇതാണ്. അറ്റൻഷൻ ഓഫ് അതേഴ്സ്, ഐ ആം അഡിക്റ്റഡ് ടു ദ അറ്റൻഷൻ ഓഫ് അതേഴ്സ്, ഐ ലവ് ഫീലിംഗ് വാണ്ടഡ് ആൻഡ് നീഡഡ്, ഐ ഡോണ്ട് ഫീൽ ഹോൾ വിതൗട്ട് ഇറ്റ്. ഓക്കെ, ഇവർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാനതാ പറഞ്ഞത്, അവർക്ക് ഈ മറ്റുള്ളവരുടെ അറ്റൻഷനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ ആരെങ്കിലും അവരെ കെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആരോടെങ്കിലും അവർ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു ഈഗോ ബൂസ്റ്റാണ് അവർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് ഈ ചില പ്രശ്നങ്ങളൊക്കെ അവർ പോയി ചാടുന്നത്.
ഇതിനൊക്കെ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ ഓർത്തിയില്ല, പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട്, അത്ര തന്നെ. അവരുടെ ഉള്ളിലെ ചില ഇന്നർ ചൈൽഡ് വൂൺസ് ആണ് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും പറഞ്ഞു കൊടുക്കാൻ. ഹാവ് മൈ കിഡ്സ്, ഐ വോണ്ട് ടു ഹാവ് എ ഫാമിലി വിത്ത് യു, ഐ നോ യു വുഡ് ബി അമേസിംഗ് പാരന്റ് ആൻഡ് ഐ ഡ്രീം ഓഫ് ദ ഡേ ഐ ക്യാൻ എക്സ്പീരിയൻസ് റേസിംഗ് എ ഫാമിലി ടുഗദർ. അവർക്ക് നിങ്ങളുമായിട്ടൊരു ഫാമിലി, 10 of കപ്സിൻ്റെ പറയാൻ നമുക്ക് ഫാമിലി ആയിട്ട് വേണമെന്നാണ്. ഓക്കെ, അവരുടെ കുട്ടികൾ മീൻസ് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഫാമിലി ആയിട്ട്, കുട്ടികളും ഫാമിലി പോലെ മാരേജ് ആയിട്ട് അങ്ങനെ ജീവിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, അങ്ങനെ സാധിക്കുന്നവർക്ക് അവർക്ക് ആഗ്രഹമുണ്ടത്. ഇമോഷണൽ ഇൻറ്റിമസി, I am afraid to truly open up to you, being raw and authentic with my emotions is something I still working on. അവർക്ക് ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, ഉള്ളിലുള്ള ഫീലിങ്സും അവർക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, ആദ്യം അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് അവർ വല്ലാതെയൊക്കെ നിങ്ങളുടെ പിന്നാലേക്ക് വന്നിട്ടുണ്ടാവും. ബട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ അടുക്കുമ്പോഴേക്കും അവർക്ക് പേടികളാണ് അവിടെ. അവർക്ക് ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയില്ലേ, അങ്ങനെ നിങ്ങൾ കാണിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ പേടികൾ കയറുകയാണ്. ഓക്കെ, അവർക്കത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനോ കാണിക്കാനോ അവർക്കറിയില്ല. ഈവൻ തെറ്റ് ചെയ്യുമ്പോൾ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്കറിയില്ല, അവർ സോറി പറയാൻ അറിയില്ല. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് തോറ്റുപോകുക എന്നുള്ളൊരു പേടിയായിരിക്കാം. ഓക്കെ, പക്ഷെ അത് അവർക്ക് മനസ്സിലാവുന്നില്ല, അത് ഓപ്പണായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്ന്. എനിവേ, ഇമോഷണൽ അധികം മെച്യൂരിറ്റി ഇല്ല, അത് തന്നെയാണ് സംഭവം, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സോ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ശരിക്കും ഭാഗത്ത് നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഇന്നർ വർക്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഓക്കെ, ആ വ്യക്തിയുടെ ഒരു അപ്രൂവൽ വേണം എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ആ വ്യക്തി എന്നെ മാനിക്കണം അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ കെയർ ചെയ്യണം എന്നൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, കുറച്ച് അവർക്ക് സ്പേസ് എപ്പോഴും കൊടുത്ത് നിൽക്കുക. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, അവനവനിൽ ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ ഇന്നത്തെ മെസ്സേജസ് ഇതൊക്കെയായിരുന്നു. നമുക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.